بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين أو تقول لو أن الله هداني لكنت من المتقين أو تقول حين ترى العذاب لو أن لي كرة فأكون من المحسنين. ബഹുമാന്യനായ അധ്യക്ഷൻ, സഹോദരൻ അബ്ദുറഹ്മാൻ മദീനി, അഭിവന്ദനായ ബാക്കവി, മറ്റു ആദർശ സഹോദരങ്ങളെ, വിശ്വാസികളെ, ലണ്ട ഖുർആൻ ദേശീയ സംഗമത്തിൽ നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പരലോക ചിന്തകളുമായി ബന്ധപ്പെട്ട ഹൃദയ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ ഞാനും നിങ്ങളും ഒന്നിച്ച് നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരമപരിശുദ്ധനായ റബ്ബിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും അവനെ ഓർമ്മിക്കാനും അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കാനും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിമഹത്തായ ചര്യകളെ ജീവിതത്തിൽ എന്നും കാത്തുസൂക്ഷിക്കാനും വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മഹിതമായ ചര്യകളും അനുസരിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ തൗഫീഖ് ലഭിക്കാൻ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കാനും ആദ്യമായി ഉണർത്തുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ദുനിയാവിന് വല്ലാത്ത ഭംഗിയാണ്. ഈ ദുനിയാവിൻ്റെ വിഭവങ്ങൾക്ക് വല്ലാത്ത ആസ്വാദ്യതയാണ്. ദുനിയാവ് മിക്കപ്പോഴും സാഹിത്യകാരന്മാർ ഉപമിച്ചിട്ടുള്ളത് ലൈലയോടാണ്. അതിസുന്ദരിയായ, കാണാൻ കൊള്ളാവുന്ന ഭംഗി, കേട്ടാൽ ആസ്വാദനം മാറാത്ത സ്വരമാധുരി, എല്ലാം തികഞ്ഞ ഒരു സുന്ദരിയോടാണ്, ലൈലയോടാണ് ദുനിയാവിനെ സാഹിത്യകാരന്മാർ ഉപമിച്ചിട്ടുള്ളത്. ഈ ലൈലയ്ക്ക് പിറകെ എത്ര ആളുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ലൈലയെ കാമിക്കാൻ, ലൈലയെ പ്രേമിക്കാൻ, ലൈലയെ ഒന്ന് ആസ്വദിക്കാൻ, ലൈലയെ ഒന്ന് തൊടാനെങ്കിലും സാധിച്ചാൽ അത് നന്നായിരുന്നു എന്നാഗ്രഹിച്ചുകൊണ്ട് എത്രയോ ആളുകളിൽ നിന്ന് സദാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും അവരിലൊക്കെ തന്നെയാണ്. പക്ഷേ അള്ളാഹുവിനെയും പരലോകത്തെയും ഓർക്കുന്നവരെന്ന നിലക്ക് ആ ഓട്ടത്തിന് ഒരല്പം കുറവുണ്ട് എന്ന് മാത്രം. ഈ ദുനിയാവിൻ്റെ സൗന്ദര്യവും ആസ്വാദ്യതയും ആഗ്രഹിച്ചുകൊണ്ട് ഓടിയ ഒരാൾക്കും ഇന്നേ വരെ സമ്പൂർണ്ണമായി ഈ ലൈലയെ പ്രാപിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ആസ്വാദങ്ങൾ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ദുനിയാവിൻ്റെ വിഭവങ്ങൾ ഒരുക്കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ദുനിയാവിൽ ജനിച്ചു വീഴുന്ന എല്ലാ ആളുകളുടെയും തെറ്റാത്ത ധാരണ ഒന്ന് മാത്രമാണ്: കുറച്ച് കാലമേ ഈ ദുനിയാവിൽ ജീവിക്കാനാകൂ, അത് കഴിഞ്ഞാൽ ഇവിടം വിട്ടു പോകണമെന്നതാണ്. എന്നാൽ നൈമിഷികമാണ് ദുനിയാവിൻ്റെ ജീവിതം എന്ന് തിരിച്ചറിയുമ്പോഴും ശാശ്വതമായി ജീവിക്കാൻ കൊതിക്കുന്നവരാണ് വേറെ ആളുകളും. ഈ ദുനിയാവിലെ ജീവിതത്തിനു ശേഷം മറ്റൊരു മരണം, മറ്റൊരു ജീവിതമില്ല. ഈ ദുനിയാവിൽ മരണം സംഭവിച്ചതിന് ശേഷം ഇനിയൊരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുകയും അതിനനുസരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകൾ, അവർ പോലും അവരുടെ ആഗ്രഹമായി, പ്രാർത്ഥനയായി രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് മനോഹരമായ ഈ തീരത്ത് ഇനിയും ഒരിക്കൽ കൂടി ജീവിതം തരുമോ എന്ന പ്രാർത്ഥനയാണ്. അതവർ ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത് എന്നറിയില്ല. എന്നാലും എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള ഒരു തേട്ടമാണ് മനോഹരമായ തീരത്തെ ശാശ്വതമായ ഒരു ജീവിതം എന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം സർവ്വലോക പരിപാലകനായ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന, അവൻ നമുക്ക് നൽകിയ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെന്ന നിലക്ക് ആ മനോഹരമായ തീരത്തെ സംബന്ധിച്ച് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതിലും കേട്ടിട്ടില്ലാത്ത, അതേപോലെ തന്നെ ഹൃദയത്തിലും ചിത്രം തെളിഞ്ഞിട്ടില്ലാത്തൊരു അതിമനോഹരമായ സകലമാന വിഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന, സർവ്വലോക പരിപാലകനായി രക്ഷിതാവിൻ്റെ സൽക്കാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ ഭൂമിയെപ്പറ്റി, സ്വർഗലോകത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. കൃത്യമായി ബോധ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ആ സ്വർഗത്തിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടുന്നത്. സഹോദരന്മാരെ, ഈ ലോകത്തിൻ്റെ ജീവിതം നശ്വരമാണ് എന്ന് നമ്മൾ പറയുന്നത് ഈ ദുനിയാവിനോട് ചേർത്ത് പറയുമ്പോൾ മാത്രമാണ്. ഓരോരുത്തരും പറയാറുണ്ട് സാധാരണ ജീവിതം ഹ്രസ്വമാണ്, ജീവിതം നശ്വരമാണ് എന്ന്. അത് പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ സംഭവകാല ജീവിതവുമായി ബന്ധപ്പെടുത്തി മാത്രം പറയുമ്പോഴുള്ള ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം ഹ്രസ്വമല്ല, മനുഷ്യൻ്റെ ജീവിതം നശ്വരമല്ല, അത് ശാശ്വതമാണ്. എന്നെന്നും ജീവിക്കേണ്ടുന്നതിന് വേണ്ടിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചൊരു സംവിധാനമാണ് എൻ്റെയും നിങ്ങളുടെയും ഈ ദുനിയാവിലുള്ള സകല മനുഷ്യരുടെയും ജീവിതം എന്നത്. എന്നാൽ ദുനിയാവിനോട് ചേർത്ത് പറയുമ്പോൾ നമ്മൾ പറയുന്നു എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം മുൻകാലക്കാരെക്കാൾ വ്യത്യസ്തമായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒന്നുകിൽ 60 വയസ്സ് വരെ, 70ഓളം അല്ലെങ്കിൽ 80 വയസ്സ് വരെ
ഇത്രകാലം നീണ്ടു നിൽക്കുന്ന ഒരു ഹ്രസ്വകാല ജീവിതമാണ് ദുനിയാവിൻ്റേത്. പക്ഷേ ശാശ്വതമായ ജീവിതത്തിനു വേണ്ടിയാണ് കൃത്യമായ ലക്ഷ്യവും കൃത്യമായ പാതയും ആ പാതയിലൂടെ നടക്കാനുള്ള എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും വെളിച്ചവുമൊക്കെ നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതറിയുന്നവരെന്ന നിലക്ക് ജാഗരൂകരായിട്ടാണ് നമ്മളെല്ലാവരും ഈ ദുനിയാവിനെ പിന്നിടേണ്ടത്. ഈ ദുനിയാവ് സത്യത്തിലൊരു ഇടത്താവളം മാത്രമാണ്. സുദീർഘമായ ഒരു യാത്രയിൽ ഒരൽപ്പം ക്ഷീണം വന്നപ്പോൾ വിശ്രമിക്കാനായി, അല്ലെങ്കിൽ യാത്ര ചെയ്തെത്തേണ്ടുന്ന ഇടത്ത് ഉപകാരപ്രദമായ സംഗതികൾ ശേഖരിക്കാനായി കിട്ടിയ ഒരവസരം മാത്രമാണ് ഈ ദുനിയാവ് എന്നത്. ഈ ഇടത്താവളത്തിൽ വെച്ച് നാം എത്ര കണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്നു, കൈവശം വെക്കുന്നു, ആ വിഭവങ്ങളുടെ തോതിനനുസരിച്ചും ആ വിഭവങ്ങളുടെ നന്മയ്ക്കനുസരിച്ചും സാധുതയ്ക്കനുസരിച്ചുമാണ് വരാനിരിക്കുന്ന ശാശ്വതമായ ലോകത്ത് നമുക്കെല്ലാവർക്കും അനുഗുണമായ ഒരു അവസ്ഥയുണ്ടാകുക. അതിനുവേണ്ടിയാകണം നമ്മളിവിടെ ജീവിക്കേണ്ടത്. സഹോദരന്മാരെ, നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ അള്ളാഹുവിനെ അറിയുമ്പോഴും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച് ബോധവാന്മാരാകുമ്പോഴും സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴും അള്ളാഹുവിൻ്റെ നിശ്ചിതവും കണിശവുമായ വിചാരണയെ നേരിടേണ്ടവരാണ് എന്ന് ബോധമുണ്ടാകുമ്പോഴും സഹോദരന്മാരെ, ഈ ദുനിയാവിൻ്റെ ആലസ്യത്തിൽ മിക്കപ്പോഴും നമ്മൾ പെട്ടുപോകാറുണ്ട്. ഈ ദുനിയാവിൻ്റെ പിറകെ പരലോകത്തെ മറന്നുകൊണ്ട് നമ്മൾ പോകുന്ന അവസ്ഥയുണ്ട്. സത്യത്തിൽ അതുണ്ടാകരുത് എന്നതാണ് ഇത്തരം ഉപദേശങ്ങളിലൂടെയും ഇത്തരം ഓർമ്മപ്പെടുത്തലുകളിലൂടെയുമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സഹോദരന്മാരെ, പലപ്പോഴും നമ്മൾ പറയാറില്ലേ, നമ്മളെ ചെന്നി ഇതാ നരച്ചിട്ടുണ്ട്, മീശകൾക്ക് നരബാധിച്ചിരിക്കുന്നു, ഇതാ താടികൾ നരച്ചു തുടങ്ങിയിട്ടുണ്ട്, മുടി കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്, മരണത്തോടടുക്കുകയാണ് നമ്മളെല്ലാവരും എന്നത്. സത്യത്തിൽ മരണത്തോടടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല, മരണത്തോടടുക്കാൻ എനിക്ക് ആഗ്രഹമാണ് എന്ന് പറയുന്ന ഒരാളും അധികവുമില്ല. മരണത്തെ സംബന്ധിച്ചോർത്ത് സഹാബി വനിതകൾ പോലും ഭയപ്പെട്ടിട്ടുണ്ട്. മരണം സത്യത്തിൽ ഇങ്ങോട്ടടുക്കുകയാണ്, മരണം സത്യത്തിൽ നമ്മോട് ഇങ്ങോട്ടടുക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരെ സഹോദരിമാരെ പറഞ്ഞത്, അക്സിറൂ ദിക്റഹാദിമിൽ ലദ്ദാത്ത്. സഹോദരന്മാരെ സഹോദരിമാരെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്, നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖഭോഗങ്ങൾ എത്രയാണോ അത്ര, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുനിയാവിലെ സുഖഭോഗങ്ങൾ എത്രയാണോ അവയെ മുഴുവനും ഈ ഒരു ദിവസം ഇല്ലാതാക്കി കളയുന്ന, തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ സദാ ഓർത്തുകൊണ്ടിരിക്കണേ, നിങ്ങളുടെ മരണചിന്ത അധികരിപ്പിക്കണേ, വർദ്ധിപ്പിക്കണേ എന്ന്. ഒരു നാൾ നമ്മൾ മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ നെറ്റിത്തടം ഉയർത്ത നിലയിൽ തന്നെയാകണം മരണപ്പെട്ടു പോകേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടവരാണ്. ഒരുപാട് അധ്വാനിച്ചിട്ട് ഏത് വിധത്തിൽ, ഒരു ലക്ഷ്യവുമില്ലാതെയല്ല, അല്ലെങ്കിൽ യാതൊരു ഫലവുമില്ലാത്ത വിധത്തിലല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യം നേടാൻ ഉതകുന്ന വിധത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായി പ്രവർത്തിക്കാനായി പഠിപ്പിച്ചു തന്നു. ആ പ്രവർത്തനങ്ങളെല്ലാം ജീവിതത്തിൽ കഴിയുന്നത്ര പ്രാവർത്തികമാക്കുന്ന മേഖലയിൽ നെറ്റിത്തടം ഉയർത്തിട്ട് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് സന്നിധിയിലേക്ക് ചെന്നുചേരാൻ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്കെല്ലാവർക്കുമാകണം. ഇതിൻ്റെ ചുറ്റുപാട് നമ്മുടെ ആഖിറത്ത് തകർക്കുന്ന വിധത്തിലുള്ളതാണ്, നമ്മുടെ ഈമാനിനെ കൊട്ടം തട്ടിക്കും വിധത്തിലുള്ളതാണ്, നമ്മുടെ ജീവിതത്തെ യാതൊരുവിധ ഫലവുമില്ലാത്ത, എന്നാൽ എല്ലാ നിലക്കുമുള്ള ശിക്ഷകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നരകാഗ്നിയിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാ നിലക്കും നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പാടില്ലാത്തവ, കാതുകൾക്ക് കേൾക്കാൻ പാടില്ലാത്തവ, നമ്മുടെ ഹൃദയം കൊണ്ട് പോലും ചിന്തിക്കാൻ പറ്റാത്ത ദൃശ്യങ്ങളുടെ, ഗാനങ്ങളുടെ, അതേപോലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ മധ്യത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഹൃദയത്തെ കഴുകി വൃത്തിയാക്കി ശുദ്ധമാക്കി അള്ളാഹുവിൻ്റെ മുമ്പാകെ ചെന്ന് നിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടിയാണ് നമ്മൾ ഇരിക്കേണ്ടത്, നമ്മൾ ജീവിക്കേണ്ടത്. ആരാണ് ബുദ്ധിമാൻ എന്ന് ചോദിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ധാരാളം മരണത്തെ ഓർക്കുകയും മരണം വന്നണയുമ്പോൾ ഇതാ ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നാണ്. നമ്മളെല്ലാവരും കയ്യസുമാരാകണം, നമ്മളെല്ലാവരും ബുദ്ധിമാന്മാരാകണം. എങ്ങനെ? പടച്ചവൻ്റെ
പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകാൻ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താനായിരിക്കണം സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെട്ടത്, യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസിനികളെ ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണും പ്രകാരം അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠരായി ജീവിക്കണേ. ഇത്തഖുല്ലാഹ്, നിങ്ങൾ ധർമ്മനിഷ്ഠരായി ജീവിക്കണേ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ ആത്മാവും, ഈ പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും, വൽ തൻദുർ നഫ്സുൻ, ഓരോ ആത്മാവും ചിന്തിക്കട്ടെ, നോക്കട്ടെ, മാ ഖദ്ദമത് ലിഗദിൻ, വരാനിരിക്കുന്ന നാളെ എനിക്ക് എന്താണ് സംഭവിക്കാനിരിക്കുന്നത്, അതിനുവേണ്ടി ഞാൻ എന്താണ് അധ്വാനിച്ചൊരു കൂട്ടിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മളെല്ലാ സന്ദർഭത്തിലും കേട്ട, നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയ ഒരു ആയത്ത്. എന്നാൽ ഈ ദുനിയാവിൻ്റെ ഹ്രസ്വമായ ജീവിതകാലത്ത് വളരെ പ്രാധാന്യപൂർവ്വം ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന ഒരു ഓർമ്മയാണിത്, ഒരു ഓർമ്മപ്പെടുത്തലാണിത്. നിങ്ങൾ തഖ്വയുള്ളവരാകണേ എന്ന നിർദ്ദേശത്തിനു ശേഷം ഞാൻ ധർമ്മിഷ്ഠനാണ്, ഞാൻ സദാചാരയുക്തനാണ്, ഞാൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്, ഞാൻ സ്വർഗത്തിലേക്കു തന്നെയാണ് പോകുന്നത്, എന്നെപ്പറ്റി ഇനി എനിക്ക് ആലോചന വേണ്ട, എൻ്റെ കർമ്മങ്ങളെപ്പറ്റി ഇനി എനിക്കൊരു വീണ്ടും വിചാരം വേണ്ട, എൻ്റെ വാക്കുകളെ നോക്കേണ്ടതില്ല, എൻ്റെ കർമ്മങ്ങളെ നോക്കേണ്ടതില്ല, എൻ്റെ നിലപാടുകളെയോ സ്വഭാവങ്ങളെയോ ഒന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല, അത് നന്മയാണോ തിന്മയാണോ ഒന്നൊന്നും എനിക്ക് ചിന്തിക്കേണ്ടതില്ല. നേരെ മറിച്ച് ഞാൻ ഈ അവസ്ഥയിൽ പോകുകയാണ് എങ്കിൽ സ്വർഗത്തിലേക്കാണ് എന്ന വ്യാമോഹത്തിൽ ജീവിക്കല്ലേ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നിങ്ങൾ ഉൾക്കൊണ്ട വിശ്വാസങ്ങൾ, നിങ്ങൾ ചെയ്ത ആരാധനകൾ, നിങ്ങൾ വെച്ച് പുലർത്തിയ നിലപാടുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ച നിങ്ങളുടെ സൽസ്വഭാവങ്ങൾ എല്ലാം നിങ്ങളൊരു വിചിന്തനത്തിന് വിധേയമാക്കണേ. പരലോകത്ത് അല്ലാഹുവിൻ്റെ മുമ്പാകെ ചെന്ന് നിസ്സഹായരായി നിൽക്കുന്ന വേളയിൽ ആർക്കും അല്ലാഹുവിൻ്റെ അനുമതി കിട്ടാതെ അല്ലാതെ സംസാരിക്കാൻ പറ്റാത്ത ആ സന്ദർഭത്തിൽ ഞാനിവിടെ ചെയ്തു കൂട്ടിയ ഈ വക സംഗതികളെല്ലാം എൻ്റെ റബ്ബിൻ്റെ മുമ്പാകെ വിലയുള്ളതാണോ, നിലയുള്ളതാണോ, പ്രതിഫലം ലഭ്യമാക്കുന്നതാണോ എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണേ. ഒരുപാട് നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. മുവഹിദുകളെന്ന നിലക്ക്, മുസ്ലിഹുകളെന്ന നിലക്ക്, സലഫികളെന്ന നിലക്ക് നമ്മളെല്ലാവരും നമ്മുടേതായ പ്രവർത്തനങ്ങളിലും അതേ പ്രകാരം തന്നെ പ്രബോധന കർമ്മങ്ങളിലുമൊക്കെ നിത്യമായി ബന്ധപ്പെടുന്നവരാ. ഒരുപാട് കാര്യങ്ങൾ പല നിലക്കും നമ്മൾ പലർക്കും അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റേതായ സന്ദേശങ്ങൾ, ഇസ്ലാമിൻ്റേതായ പാഠങ്ങൾ പലർക്കും നമ്മൾ ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ പലർക്കും കൈമാറുന്നുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം, ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമാകേണ്ടേ, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലം ലഭിക്കണ്ടേ. ഈ പ്രവർത്തനങ്ങളുടെ ബേസിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാനമായി സ്വർഗം നമുക്ക് നൽകേണ്ടതില്ലേ? അപ്പോൾ നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് എങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ളതാണ് നമ്മുടെ കർമ്മങ്ങളെങ്കിൽ ആ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള, ആ സ്വഭാവങ്ങളെപ്പറ്റിയുള്ള, നിലപാടുകളെപ്പറ്റിയുള്ള പരിചിന്തനം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹാസിബൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും വിചാരണയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും വിചാരണയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കണേ. ഞാൻ എന്താണ് പറഞ്ഞത്, ഞാൻ എന്താണ് കേട്ടത്, എന്തു പറയാനാണ് എൻ്റെ മനസ്സെന്നെ പ്രേരിപ്പിച്ചത്, എന്ത് കേൾക്കാനാണ് എൻ്റെ മനസ്സെന്നെ പ്രേരിപ്പിച്ചത്, എന്ത് ചിന്തകളാണ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി തീർന്നിട്ടുള്ളത്, ഏതൊരാദർശത്തിലേക്കാണ് എൻ്റെ മനസ്സെന്നെ കൊണ്ടുപോകുന്നത്, എൻ്റെ ഹൃദയം ശുദ്ധമാണോ, എൻ്റെ ഹൃദയം എല്ലാ നിലക്കുമുള്ള മാലിന്യങ്ങളിൽ നിന്നും മുക്തമാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ദിനത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയ മനസ്സാണോ എൻ്റേത്? ലാ യൻഫഉ മാലും വലാ ബനൂൻ,
സമ്പത്തും സന്താനങ്ങളും ഒരിക്കലും ഉപകരിക്കാത്ത ദിനം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഒരു ഹൃദയവുമായി അല്ലാഹുവിങ്കൽ ചെന്നു ചേർന്നവനല്ലാതെ ആ ദിവസം യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഉണ്ടാവില്ല. ഖൽബുൻ സലീം സലിമത്ത് മിൻ കുല്ലി ശവായിബി ശിർക്കി വൽ കുഫർ, എല്ലാ തരത്തിലുമുള്ള ശിർക്കിൽ നിന്നും എല്ലാ തരം കുഫറുകളിൽ നിന്നും മുക്തമായ മനസ്സ്, പകയിൽ നിന്ന് മുക്തമായ മനസ്സ്, മാലിന്യങ്ങളിൽ നിന്ന് സംശുദ്ധമായ മനസ്സ്, അതേപോലെ തന്നെ ദുനിയാവിൻ്റെ കാമങ്ങളിൽ നിന്ന്, ദുനിയാവിൻ്റെ അത്യാർത്ഥികളിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, അതേപോലുള്ള എല്ലാത്തരം മോശമായ പ്രവണതകളിൽ നിന്നും മുക്തമായ ഒരു മനസ്സ്. ഹാസിബു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പരിചിന്തനത്തിന് വിധേയമാക്കണേ. എന്തെന്തെല്ലാം നന്മകൾ അതിലുണ്ട്, എന്തെന്തെല്ലാം തിന്മകൾ അതിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാലോചിക്കണേ. എന്തിനു വേണ്ടി? ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബൂ, അല്ലാഹുവിൻ്റെ കണിശമായ നിശിതമായ വിചാരണമാണ് പരലോകത്ത് വരുന്നതിനു മുമ്പേ. ഇന്ന് നിങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. ആരും നിങ്ങളുടെ വിചാരണയിൽ കണക്കുനോട്ടത്തിൽ കൈകടത്താനില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായി വിചാരണ ചെയ്യാം നിങ്ങളെ തന്നെ. പക്ഷേ നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ നിങ്ങളുടെ കണക്ക് നോക്കുന്ന സന്ദർഭത്തിൽ അതങ്ങനെയല്ല നാഥാ, അതിങ്ങനെയായിരുന്നു, അത് ആ കൂട്ടത്തിലല്ല നാഥാ ഉൾപ്പെടുത്തേണ്ടത്, ഈ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞ് റബ്ബിനോട് നിങ്ങൾക്ക് തർക്കിക്കാൻ സാധിക്കില്ല. പരിപൂർണമായും നാഥനായ റബ്ബിൻ്റെ കൈകളിലാണെന്ന് സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിൻ്റെ കണിശമായ വിചാരണയെ നേരിടുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തെ വിചാരണയ്ക്ക് വിധേയമാക്കുക. വസിനൂ അൻഫുസകും ഖബ്ല അൻ തുസനൂ, നിങ്ങളുടെ മനസ്സിൻ്റെ മൂല്യം എത്രയാണെന്ന് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൻ്റെ മൂല്യം എത്ര, അതിനെത്ര വസിനുണ്ടെന്ന് കണക്കാക്കാൻ നിങ്ങളെ തൂക്കി കണക്കാക്കുന്ന ഒരു ദിനം വരും മുമ്പേ നിങ്ങളുടെ മനസ്സിനെ അലസമായി വിട്ടേക്കരുതേ. എന്നും മനസ്സിനെ നിയന്ത്രിക്കുന്ന, മനസ്സിനെ പറ്റി പര്യാലോചന നടത്തുന്ന, മനസ്സിൻ്റെ പ്രേരണകളെ സംബന്ധിച്ച്, പ്രലോഭനങ്ങളെ സംബന്ധിച്ച്, മനസ്സിലടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ സംബന്ധിച്ച് സദാ ബോധവാന്മാരായിരിക്കണേ നിങ്ങൾ. വതസയ്യനൂ ലിയൗമിൽ അർദിൽ അക്ബർ, നിങ്ങൾ വരാനിരിക്കുന്ന അതിഭീകരമായ അല്ലെങ്കിൽ അതിമഹത്തായ ഒരു ദിവസത്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഉടയാടകൾ എടുത്തണിയണേ. നിങ്ങൾ പരിശുദ്ധരായി തീരണേ. ദുനിയാവിന് വേണ്ടി, നമ്മുടെ ഈ എപ്പോഴും മരിച്ചു പോകാൻ, മണ്ണോട് ചേരാൻ സാധ്യതയുള്ള ഈ ദുനിയാവിന് വേണ്ടി നമ്മൾ എത്ര തരം വസ്ത്രങ്ങളാണ് വാങ്ങി നമ്മുടെ ശരീരത്തെ മോടി കൂട്ടുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് എത്രയാണ് കുപ്പായങ്ങൾ വാങ്ങാൻ, ഷർട്ടുകൾ വാങ്ങാൻ, പാൻറ്റുകൾ വാങ്ങാൻ, വസ്ത്രങ്ങൾ വാങ്ങാൻ, പർദ്ദകൾ വാങ്ങാൻ, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആഭരണങ്ങൾ വാങ്ങാനായി ഈ മണ്ണിനോട് ചേരുന്ന ശരീരത്തെ അണിയിച്ചൊരുക്കാനായി നമ്മൾ ചെലവഴിക്കുന്നത്. എന്നാൽ ഒരു ദിനം വരാനുണ്ട്, അതിമഹത്തായ ദിനം. ആ ദിനത്തേക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാനാകണം ഒരു വിശ്വാസിനി ശ്രദ്ധിക്കേണ്ടുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പഠിപ്പിക്കുകയാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈർ, സുബ്ഹാനല്ലാഹ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ദറ. ആ ദിവസം എന്താണെന്നോ ആ ദിവസത്തെപ്പറ്റി നമുക്കറിയാം. അള്ളാഹു പറയുകയാണ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ദറ. ഓരോ ആത്മാവും അവൻ്റെ ദുനിയവിയായ ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ ഓരോ കർമ്മങ്ങളും അവൻ്റെ കൺമുന്നിൽ ഹാജരാക്കപ്പെടുന്ന ദിവസമാണ്. ഇന്ന് 51 വയസ്സു പിന്നിട്ട ഞാൻ എന്തെല്ലാം എൻ്റെ ഈ ജീവിതകാലത്ത് ചെയ്തു പോയി. സുബ്ഹാനല്ലാഹ്, എനിക്കറിയില്ല. എന്തെന്തെല്ലാം കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ അതിലുണ്ടാകാം, ദുഷ്കർമ്മങ്ങൾ അതിലുണ്ടാവാം, ദുഷ്ചിന്തകളുണ്ടാവാം. എത്രയാണവ. അവയൊരു നോട്ട് ബുക്കിൽ എഴുതിയാൽ 2 പേജ് കവിയില്ല. ഒരു നോട്ട് ബുക്കിൽ എഴുതിയാൽ 2 പേജിലപ്പുറം എനിക്ക് ഓർമ്മയിലില്ല. പക്ഷേ ഒരു ദിനം വന്നെത്തിയാൽ അന്നേ ദിവസം ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽക്ക് ഈ 51ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ വയസ്സുകാലം വരെയുള്ള കർമ്മങ്ങൾ മുഴുവനും എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുകയാണ്.
അത് നോക്കിയിട്ട് എനിക്ക് കരയാനാകുമോ ചിരിക്കാനാകുമോ? ഇതാണ് മുഹാസബത്തുൻ നഫ്സ്. ഇത് മുഹാസബത്തുൻ നഫ്സാണ്. ഞാൻ എവിടെ പോകും? എൻ്റെ കർമ്മങ്ങളെ അള്ളാഹു എങ്ങനെ നോക്കിക്കാണും? ആ കർമ്മങ്ങൾക്ക് എന്താണ് ഇനി എനിക്ക് ലഭിക്കാൻ സാധിക്കുക? സഹോദരന്മാരെ, സഹോദരിമാരെ, മുഹാസബത്തുൻ നഫ്സ് എപ്പോഴും ഉണ്ടാകണേ. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ. സൽക്കർമ്മങ്ങൾ ചെയ്തത് മുഴുവനും, സൽക്കർമ്മങ്ങളായ സൽക്കർമ്മങ്ങൾ മുഴുവനും ഹാജരാക്കപ്പെടുന്ന ദിവസം. വമാ അമിലത് മിൻ സൂ, മോശമായ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അവയെല്ലാതും നമ്മുടെ കൺമുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം. രണ്ടും നോക്കിക്കാണാനാകുന്ന ദിവസം. തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. ദുഷ്കർമ്മകാരിയാണ് എങ്കിൽ തൻ്റെ കർമ്മങ്ങളെ നോക്കിക്കാണുന്ന മാത്രയിൽ ഇതാ ഇതിനും എനിക്കുമിടയിൽ ഒരു വലിയ വിദൂരമായ ഒരു കാലഘട്ടമുണ്ടായിരുന്നെങ്കിൽ. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അള്ളാഹു അവൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. സൽക്കർമ്മികളാണ് എങ്കിൽ നിങ്ങൾ സൽക്കർമ്മികളുടേതായ പ്രതിഫലം അനുഭവിക്കാൻ സാധിക്കും. കാരണം വല്ലാഹു റഊഫും ബിൽ ഇബാദ്. എന്നോടും നിങ്ങളോടുമൊക്കെ സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നോടും നിങ്ങളോടുമൊക്കെ സദാ കോപിച്ചിരിക്കുന്നവരല്ല നമ്മുടെ നാഥൻ. എന്നോടും എന്നെയും നിങ്ങളെയുമൊക്കെ സമയം കിട്ടിയാൽ പിടിച്ച് ശിക്ഷിക്കാനായി കാത്തിരിക്കുന്നവരല്ല നമ്മുടെ നാഥൻ. നേരെ മറിച്ച് റഊഫും ബിൽ ഇബാദ്, ദയയുള്ളവനാണവൻ, അലിവുള്ളവനാണവൻ, കരുണയുള്ളവനാണവൻ. തൻ്റെ ദാസന്മാരിൽ നിന്ന്, ദാസിമാരിൽ നിന്നൊരാൾ പോലും നരകാഗ്നിയിൽ അകപ്പെടരുത് എന്ന് അതിനുവേണ്ടി നിയമങ്ങൾ നൽകിയ, പാതകൾ നൽകിയ, വട്ടം നൽകിയ സർവാധിനാഥനായ റബ്ബിനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കാൻ, ആലോചിക്കാൻ, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും എല്ലാ സന്ദർഭങ്ങളിലും ശ്രദ്ധിക്കണം. ഈ ദുനിയാവിൽ നന്മകൾ ചെയ്ത് കഴിയുന്നത്ര, എത്ര എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അപകടങ്ങളുടെ, ഒരുപാട് മാലിന്യങ്ങളുടെ ചുറ്റുപാടാണുള്ളത്. കണ്ണു താത്തി നടക്കാൻ പോലും കഴിയാത്ത, കണ്ണ് പൊക്കി നടക്കാൻ മാത്രമല്ല കണ്ണൊന്ന് താഴ്ത്തി നടക്കാൻ പോലും പറ്റാത്ത ജീവിത സാഹചര്യമാണ് നമ്മുടെ ചുറ്റുഭാഗത്ത്. നമ്മുടെ വിരൽത്തുമ്പിൽ പോലും ഉള്ളത് നമ്മുടെ നരകാഗ്നിയിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. എന്തെല്ലാമാണ് നമ്മൾ വായിക്കുന്നത്, എന്തെല്ലാമാണ് നമ്മൾ കാണുന്നത്, എന്തെല്ലാമാണ് നമ്മൾ എഴുതി ലോകത്തെ അറിയിക്കുന്നത്. ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ, ദുനിയാവിലോ പരലോകത്തിലോ എനിക്ക് ഉപകാരപ്പെടുന്നതാണോ എന്ന് നോക്കാതെ എന്തെല്ലാം മോശമായ സംഗതികളാണ് നമ്മൾ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ദുനിയാവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹ്രസ്വമായ കാലഘട്ടം അത് അനാവശ്യമായി ഈ സംഗതികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ യാതൊരു ഫലവും ഉണ്ടാവില്ല. ഖബറിടം മുതൽക്ക്, ബർസഖിയായ ജീവിതം മുതൽക്ക് അതിൻ്റെ നഷ്ടം, അതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും. നേരെമറിച്ച് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആഗ്രഹം കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്ത് പടച്ചതമ്പുരാൻ്റെ പ്രീതി സമ്പാദിച്ച് അവൻ്റെ സ്വർഗത്തിൽ പോകാനാണ്. നമ്മൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, അതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെടുത്തുകയില്ല. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സന്തോഷം പകരുന്ന വാർത്തയാണിത്. യാ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അള്ളാഹുവിൽ യാതൊരു വിധത്തിലുള്ള സന്ദേഹവുമില്ലാതെ, സംശയവുമില്ലാതെ വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്ത്, ആ വിശ്വാസത്തിൻ്റെ തേട്ടമായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ, ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമലാ. വളരെ ചന്തമാർന്ന നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച ഒരാൾക്കും തന്നെ നാം അവൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തില്ല. ഉലൈക ലഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ അകപ്പെടുന്നവരാണ്, അതിൻ്റെ ആളുകളാണവർ. ഉലൈക ലഹും, അവർക്കാണുള്ളത്, ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ,
താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പൂന്തോപ്പുകളുള്ളത്, സ്വർഗ പൂന്തോപ്പുകളുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തെ വിചാരണയ്ക്ക് വിധേയമാക്കണം. നമ്മുടെ കർമ്മങ്ങളിലുള്ള ഇഖ്ലാസിനെ സംബന്ധിച്ച് എത്രമാത്രമാണ് ആരാധനാ കർമ്മങ്ങളിൽ നാം ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കുന്നവർ നമുക്കറിയാമല്ലോ. നമ്മെ എല്ലാവരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ്റെ ഇബാദത്തെടുക്കാനാണ്. ആ ഇബാദത്താവട്ടെ ഇഖ്ലാസോടുകൂടിയാകണം എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഹാസബത്തുൻ നഫ്സിൽ ഒന്നാമതായി വരേണ്ടത്, ഹൃദയത്തെ സംബന്ധിച്ച പുനർവിചിന്തനത്തിന് വിധേയാക്കുമ്പോൾ ഒന്നാമതായി വരേണ്ടുന്നത് നമ്മുടെ വിശ്വാസങ്ങളിലുള്ള, കർമ്മങ്ങളിലുള്ള, നിലപാടുകളിലുള്ള, സ്വഭാവനിഷ്ഠകളിലുള്ള ഇഖ്ലാസ് എത്രമാത്രമുണ്ട് എന്നാണ്. ഇത് ഖാലിസായി എൻ്റെ റബ്ബിനു വേണ്ടിയുള്ളത് തന്നെയാണോ? ഈ വിശ്വാസം കൊണ്ട്, ഈ കർമ്മം കൊണ്ട്, ഈ സ്വഭാവം കൊണ്ട് എൻ്റെ റബ്ബിൽ നിന്നുള്ള പ്രീതി മാത്രമാണോ ഞാൻ പ്രതീക്ഷിച്ചത്? അതല്ല, എൻ്റെ ഈ കർമ്മങ്ങളിലെല്ലാം ദുനിയവിയായ എന്തെങ്കിലും താല്പര്യങ്ങൾ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതേ സമയത്തു തന്നെ അതിനെ ശുദ്ധീകരിച്ചും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഖാലിസായ കർമ്മങ്ങൾ റബ്ബിനു വേണ്ടി ചെയ്യാനും നമ്മൾ ഒരുങ്ങുക. മറ്റൊന്ന്, എൻ്റെ ഈ ആരാധനാകർമ്മങ്ങളും വിശ്വാസങ്ങളും മറ്റിതര സ്വഭാവനിഷ്ഠകളുമൊക്കെ ബിമുതാബഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കനുസരിച്ചാണോ? അവിടുത്തെ മഹിതമായ മാതൃകക്ക്, ഛന്ദമാർന്ന മാതൃകയ്ക്ക് അനുസൃതമായിട്ടാണോ? അതല്ല, തോന്നിയതുപോലെ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, ചില മദ്ഹബുകളുടെ വീക്ഷണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ, എന്താണ് അതിൻ്റെ ആധാരമെന്നറിഞ്ഞുകൂടാ, പലരിൽ നിന്നും കേട്ടതാണ്, വെറുതെ അങ്ങ് ആചരിച്ചു പോരുകയാണോ? അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളുമൊക്കെയാണോ എൻ്റെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഓരോന്നും ചെയ്തു പോകുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളോട് ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രവാചക തിരുമേനി ജീവിച്ചത്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കഷ്ടതകൾ സഹിച്ചത്, നഷ്ടങ്ങളേറ്റുവാങ്ങിയത്, ദാരിദ്ര്യത്തിലൂടെ മുന്നോട്ട് പോയത്, അതെല്ലാം നമുക്ക് വേണ്ടിയാ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കരുണാഭാവമുണ്ടായിരുന്ന, അലിവുണ്ടായിരുന്ന പ്രവാചകൻ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെക്കാൾ കൊതിച്ചിരുന്ന പ്രവാചകൻ, നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന വേളയിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയേക്കാൾ വേദന അനുഭവിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അഷ്റഫുൽ ഖൽഖിൻ്റെ ചര്യ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയായി എല്ലാ മേഖലകളിലും കൊണ്ടുവരണം. അതുണ്ടോ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കർമ്മങ്ങളിൽ എന്ന് ചിന്തിക്കാൻ തയ്യാറാകുക. മറ്റൊന്ന്, അന്നസീഹതു ലില്ലാഹ്, നമുക്ക് പകർന്നു കിട്ടിയ ആദർശം, നമുക്ക് പകർന്നു കിട്ടിയ ഈ വിശ്വാസം, ഇത് നമ്മളിൽ തന്നെ ഒതുക്കാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വളരണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് നൽകിയതുപോലെ, സലഫുസ് സാലിഹുകൾ നമുക്ക് കൈമാറി തന്നതുപോലെ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള എല്ലാവർക്കും അത് കൈമാറി നൽകാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിച്ചുകൊണ്ട് അവൻ്റെ ആദർശത്തെ സമൂഹത്തിന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണോ? അതല്ല, ഇതുപോലുള്ള ചില വേളകളിൽ മാത്രം ഒരുമിച്ചുകൂടി കുറേ ആളുകളെ കണ്ട് പുഞ്ചിരിച്ചു പോകുന്നു. തൗഹീദിൻ്റെ പ്രബോധന, ആദർശത്തിൻ്റെ പ്രബോധന കൂട്ടായ്മയിൽ ഒന്നിച്ചു ചേരാൻ ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. അവരോടൊപ്പം പ്രബോധന മാർഗത്തിൽ ഇറങ്ങാൻ ഞാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല. ഞാനൊരു കാര്യത്തിനും പോയിട്ടില്ല. അവരവരുടെ കർമ്മങ്ങളുമായി പോകട്ടെ, എനിക്കെൻ്റെ വിശ്വാസവും എൻ്റെ കർമ്മങ്ങളും മാത്രം, ഞാൻ ഏകൻ എന്ന നിലക്കാണോ? അങ്ങനെയെങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ആ നിലപാട് മാറ്റി തൗഹീദിൻ്റെ ഈ ആദർശത്തിൻ്റെ പ്രബോധന കൂട്ടായ്മയിൽ അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയോടെ, പ്രവാചകനോടുള്ള ഗുണകാംക്ഷയോടെ, പൊതുസമൂഹത്തോടുള്ള ഗുണകാംക്ഷയോടെ നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ, അവരോടൊപ്പം ചെന്നു ചേരാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയല്ലാത്തൊരവസ്ഥ, ഒറ്റപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതമാണ് എങ്കിൽ അത് മോശമായ ഒരു പ്രവണതയായി മനസ്സിലാക്കി, മനസ്സിനെ പാകപ്പെടുത്തി കൂട്ടായ യത്നത്തിലൂടെയുള്ള ആദർശ പ്രബോധന മേഖലയിൽ നമ്മൾ മുന്നോട്ട് വരണം. അതേപോലെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ തഖ്സീറുകളെപ്പറ്റി, ഏതേതെല്ലാം മേഖലകളിലാണ് കുറവ് വന്നിരിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ വേവലാതിപ്പെടണം. ഒഴിഞ്ഞിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക. നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സമ്പാദ്യങ്ങളിൽ വരുന്ന കുറവുകളെപ്പറ്റി മാത്രം ആലോചിക്കാനും കണക്കെടുക്കാനും അതിലെ കുറവുകൾ നികത്താനും വേണ്ടി മാത്രം നമ്മൾ അധ്വാനിച്ചാൽ പോരാ. കർമ്മങ്ങളിലെ കുറവ് വന്ന സ്ഥലങ്ങൾ, കുറവ് വന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കുറവുകൾ നികത്തി വലിയ വലിയ സമ്പാദ്യങ്ങൾ നേടാൻ
നമുക്കേവർക്കും സാധിക്കണം. അതിന് അല്ലാഹുവിനോട് സദാ പ്രാർത്ഥിക്കുകയും വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ചെറിയ ഉപദേശം മാത്രം. വളരെ വിശാലമായ നിലക്ക് മരണത്തെ സംബന്ധിച്ച്, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച്, അതേപോലെ തന്നെ സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് എല്ലാം നമുക്കേവർക്കും അറിയാം. എങ്കിൽ തന്നെയും ഈ ആളുകൾ അധികവും കൂടി നിൽക്കുന്ന ഈ സദസ്സിൽ ഈ ഞാനും നിങ്ങളും ഒന്നിച്ചിരുന്നു കൊണ്ട് അടുത്ത നിമിഷം സംഭവിക്കാനിരിക്കുന്ന മരണത്തെ സംബന്ധിച്ച് ഒന്ന് ഓർക്കുക, ഒന്ന് ആലോചിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുമെന്നതുകൊണ്ടാണ്. നമ്മളാരും കരുതിപ്പോകരുത് വലിയവർക്ക് മാത്രമാണ് മരണം സംഭവിക്കുന്നത് എന്ന്. തൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ, പിതാവിൻ്റെ അല്ലെങ്കിൽ പ്രപിതാവിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവർ 80 or 90 മരണപ്പെട്ടത്. എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇനിയും എനിക്ക് 29 വർഷങ്ങൾ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിരിക്കാൻ സാധിക്കില്ല. പത്രകോളങ്ങൾ വായിക്കുമ്പോൾ, മരണ ചരമകോളങ്ങൾ വായിക്കുമ്പോൾ 10 വയസ്സുകാരനും 12 വയസ്സുകാരനും 15 വയസ്സുകാരനുമൊക്കെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടിയിരിക്കുകയാണ്. ആ ചെറുപ്രായക്കാരായ കുട്ടികളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രായം നീട്ടിത്തന്നിരിക്കുകയാണ്. എന്നാൽ നീട്ടിക്കിട്ടിയ ഈ പ്രായത്തിൽ നമ്മൾ അനുഷ്ഠിച്ച കർമ്മങ്ങൾ, നമ്മൾ വെച്ച് പുലർത്തിയ വിശ്വാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന സ്വഭാവനിഷ്ഠകൾ, ഇതെല്ലാം നാളെ പരലോകത്തിലേക്ക് ഉപകാരപ്പെടുന്നതാണോ എന്ന് ആലോചിച്ച് നോക്കുക. ഈ ആലോചന നമ്മുടെ വിശ്വാസത്തിൽ മാറ്റമുണ്ടാക്കും, നമ്മുടെ കർമ്മങ്ങളിൽ മാറ്റമുണ്ടാക്കും, നമ്മുടെ നിലപാടുകളിലും സ്വഭാവനിഷ്ഠകളിലുമൊക്കെ മാറ്റമുണ്ടാക്കും. പടച്ചവന് വേണ്ടി ഒരല്പനേരം ഇരുന്ന് കരയാൻ, എന്നിട്ട് നരകം തൊടാത്ത കണ്ണുകളുമായി പരലോകത്ത് ചെന്നെത്താൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാളുടെ തണലുമില്ലാത്ത, എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തണല് മാത്രം ലഭിക്കുന്ന ആ സദസ്സിൽ, മഹ്ശറയിൽ ഒരു ചാൺ മാത്രം മുകളിൽ കത്തി നിൽക്കുന്ന സൂര്യൻ്റെ താപമുള്ള ആ സന്ദർഭത്തിൽ, നമുക്കറിയാം ഇന്നത്തെ ചൂടിൻ്റെ ചുറ്റുപാട്. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന 7 ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു സമയം മാറിയിരുന്നിട്ട് തന്നെപ്പറ്റി ആലോചിച്ച്, തൻ്റെ നഫ്സിനെപ്പറ്റി ആലോചിച്ച്, തൻ്റെ കർമ്മങ്ങളെ വിചാരണ ചെയ്ത് അവൻ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നവനാണ്. 2 കണ്ണിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്തിട്ട് കണ്ണീർ താഴെ വീണവൻ്റെ കണ്ണുകൾക്ക് നരകം ബാധിക്കില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. മരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരണപ്പെടാൻ, നരകം സ്പർശിക്കാത്ത കണ്ണുകളുമായി മരണപ്പെടാൻ, അള്ളാഹുവിങ്കൽ ശുദ്ധമായ ഒരു മനസ്സുമായി അവൻ്റെ മുമ്പാകെ ചെന്നു ചെല്ലാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്തുമാറാവട്ടെ. കൂടുതൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നാഥ നീ ഞങ്ങളെ അനുഗ്രഹിച്ചാലും, എല്ലാ തരത്തിലുള്ള പാപകർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നാഥ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകിയാലും, ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് തൗഹീദിൻ്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ റബ്ബേ നാഥ ഞങ്ങളെ നീ അനുഗ്രഹിച്ചാലും, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ ആളുകൾക്ക്, വിശ്വാസികൾക്ക്, ഞങ്ങളുടെ അരുമകളായ മാതാപിതാക്കൾക്ക്, അവർക്കെല്ലാവർക്കും നീ നിൻ്റെ മഹതായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ മാർഗത്തിലുള്ള എല്ലാവിധ കർമ്മങ്ങളെയും നീ സാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കണമേ തമ്പുരാനെ. നിൻ്റെ മാർഗത്തിൽ ഇനിയും സേവനങ്ങൾ അർപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ നാഥ. നിൻ്റെ തൗഹീദി മാർഗത്തിൽ അഹോരാത്രം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന, ആ മാർഗത്തിൽ ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക്, നേതാക്കന്മാർക്ക്, സാധാരണ ജനങ്ങൾക്ക് നീ എല്ലാവിധ സംരക്ഷണവും നൽകണമേ നാഥ. റബ്ബന هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله.